ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു നല്ലൊരു ഒരു സ്ലറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പച്ചക്കറിക്ക് കായ് പൂവിനും കായും കൂടി ഇതെല്ലാം ഇതിൻ്റെ അകത്താക്കി വെച്ചാൽ ചാണകം, പച്ച ചാണകം കേട്ടോ. ഇത് ഞാൻ കൂട്ടാക്കി വെച്ചതാണ്. പച്ച ചാണകം, പിന്നെ വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ, എല്ലാ വേസ്റ്റും, പഴം എല്ലാ വേസ്റ്റുകളും, അടുക്കള വേസ്റ്റ് മുഴുവൻ ഇട്ടിട്ട് ചീമക്കൊന്നയുടെ ചപ്പ്, കപ്പച്ചപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് പപ്പായച്ചപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വെട്ടിയാൻ കൊടുത്തു. രണ്ടാമത്തെ ആയത് വെള്ളം കുറേ നേർപ്പിച്ചിട്ടാണ് കൊടുക്കുന്നു. നേർപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഇത് നേർപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നല്ലോണം നേർപ്പിച്ചിട്ടുള്ളത് എല്ലാം കൂടി കളിച്ച് പിന്നെ ചോറ് കഞ്ഞിവെള്ളം കൂടിയുണ്ട്, കുറച്ച് ചോറും എല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഇത് കളിച്ചിട്ട് ഇത് നല്ലോണം ഒഴിച്ച് കൊടുക്കാനായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം കൂടി ഇതിൻ്റെ ചേരുവ പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് ഇങ്ങനെ ചുറ്റും അതിൻ്റെ ചുറ്റിൽ ഒഴിക്കണേ. മണ്ടൊക്കെ ആവാണ്ട് ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ മെരട് ചുവട്ടിൽ ഇട്ടാണ്ട് പുറത്തേക്കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അന്നേരം ചിലപ്പോൾ ഇത് നല്ല സാധനങ്ങളല്ല, എല്ലാം നല്ല വേസ്റ്റുകളും പച്ചക്കറിയിൽ എല്ലാ വേസ്റ്റുകളും ഉണ്ട്. തക്കാളി മുതൽ പിടിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. പഴത്തിൻ്റെ തോല് മുതലും എല്ലാം ഉണ്ട്. എല്ലാം കൂടി ആകുമ്പം അതിന് നല്ലൊരു ശക്തി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചാൽ മതി. നല്ല നേർമിനെ ഒഴിച്ചാൽ മതി. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതല്ലേ. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലപോലെ പൂവും കായും ഉണ്ടായി, കായ് നല്ല ചെടി നല്ല തഴച്ച് വളരും. അതെല്ലാം ഇതിൻ്റെ ഗുണം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇപ്രാവശ്യം ഒരു പ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റങ്ങനെയൊന്നല്ല, മറ്റ് ആഴ്ചക്ക് തന്നെ കൊടുക്കും. ഒരാഴ്ച തന്നെ എനിക്ക് എല്ലാം കൂടി എടുത്തി വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് വെച്ചിട്ടാണ്. ഇതിങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചക്ക് എത്തുമ്പോൾ തന്നെ നേർപ്പിച്ചിട്ട് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാഗിൽ അത്രേ കൊടുക്കണ്ട, കുറേ സ്ഥലമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഒഴിക്കണ്ട. അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കായ് ഫലം ഉണ്ടാവും. ഇഷ്ടംപോലെ കായ് ഫലം ഉണ്ടാവും. പിന്നെ ഇഷ്ടംപോലെ കായ് ഫലം ഉണ്ടാവും. നല്ലപോലെ ചെടി തഴച്ച് വളരും. തഴച്ച് വളർന്ന് നല്ല കൊമ്പും താറും വന്നാൽ മാത്രമേ നമുക്ക് പിന്നെ പച്ചക്കറി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ചുവട്ടിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചുറ്റും ആവണം. അങ്ങനെയാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ കാടുകളുണ്ട്. ഈ പച്ചക്കറി വേസ്റ്റ് മാത്രമല്ല, ഈ നമ്മളെ അടുക്കളത്തൊക്കെ മുറ്റത്തുനിന്നെല്ലാം പുല്ല് പറിക്കുന്ന പുല്ലും കാടുമില്ലേ, ആ കാട് മൂടി കിട്ടി അതെല്ലാം വാരി ഒഴിച്ച് പിന്നെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും കൊണ്ടിട്ടു. അതും കളഞ്ഞിട്ടില്ല, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്താൽ എനിക്ക് ഒരുപാട് പച്ചക്കറി ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് എനിക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ആക്കുന്നത്. ഇതുപോലെ നിങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല പച്ചക്കറി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരിടത്തും പോയി വാങ്ങണ്ട, ഇഷ്ടംപോലെ കഴിക്കാൻ കഴിയും. ഇഷ്ടംപോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആക്കിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പച്ചക്കറി പൈസ കൊടുത്ത് മേടിക്കാതെ ഉണ്ട്. നമ്മളെ സ്വന്തം ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ വേറെ കൊടുക്കുകയും ചെയ്യാം. ഇനി അഥവാ ഒരു സമയം ചുവട്ടിലായിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പാടെ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് പച്ചവെള്ളം നനച്ച് കൊടുത്താൽ മതി. അഥവാ അതിൻ്റെ ചുവട്ടിലായിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ മേലെ കൂടി കുറച്ച് പച്ചവെള്ളം അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ഒന്നും വരില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇട്ട് വെക്കട്ടെ. തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. വേണ്ട, ഞാനിതിപ്പം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ബാഗിലായതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നാ എടുക്കുക വെച്ചാൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും ഇതിൻ്റെ മേലെ. എന്നാന്ന് വെച്ചാൽ പാറ്റി കൊടുക്കും. ആ സമയത്ത് ഒന്നും ഉണങ്ങാൻ പറ്റില്ല, ഉണങ്ങിപ്പോവില്ല. ഇപ്പം കണ്ടില്ലേ, എൻ്റെ പച്ചക്കറിയൊന്നും മോശമായിട്ടൊന്നുമില്ല. എല്ലാം ഞാൻ ഇപ്പോൾ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കാൻ വൈകി പോകുന്നുണ്ട്. ഒരാഴ്ചക്ക് ഒരു ദിവസം കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഉഷാറായിട്ട് കിട്ടുള്ളൂ. ചെടി വളരാനും പൂക്കാനും കായ്ക്കാനും
എല്ലാത്തിനും നല്ലതാണ്. എനിക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടി നമ്മൾ ആ പ്രോട്ടീൻ മിശ്രിതം ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ മേലെ കുറച്ച് പ്രോട്ടീൻ മിശ്രിതം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നോളൂ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പിന്നെ വളമൊന്നും കൊടുക്കണ്ട. ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് നമുക്ക് ഒരാഴ്ച കൊടുത്തിട്ടേക്ക് സാരമില്ല, വെള്ളം നനച്ച് കൊടുത്താൽ മതി. കുറച്ച് പ്രോട്ടീൻ മിശ്രിതം കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാവരും എടുത്ത് നമ്മൾ കൃഷി സുഖമായിട്ട് നല്ല സുന്ദരമായ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അതാണ് വേണ്ടത്. ആരെയും ആശ്രയിക്കാതെയുണ്ട്. നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലുണ്ടാക്കുക. എല്ലാം പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വിചാരിക്കാതെ നമ്മൾ അധ്വാനം മടി കൂടാതെയുണ്ട് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. അതാണ് വേണ്ടത്. മടി കൂടാണ്ട് ഇറങ്ങണം. മടി പിടിച്ച് പോയെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഞാനിപ്പം ഇങ്ങനെ എണീറ്റ് നടക്കുന്നത് തന്നെ എൻ്റെ ഈ കൃഷി കൊണ്ടാണ്. ഞാൻ ഈ കൃഷിയിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ പിന്നെ എണീറ്റ് നടക്കാൻ തന്നെ പറ്റുന്നത്. ഇല്ലെങ്കിൽ പറ്റൂല. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ കൃഷിയിൽ ഇങ്ങനെ എണീറ്റ് നടക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ നടക്കുന്നത്. ഇങ്ങനെ പണിയെടുക്കാൻ കഴിയുന്നത് തന്നെ കൃഷിയിലേക്ക് വരാൻ പറ്റുന്നത് തന്നെ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. ഇതേപോലെ ഇതിങ്ങനെ ആഴ്ചക്ക് ആക്കി വെച്ചാൽ ദിവസവും രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഇളക്കി വെക്കണം. ഇളക്കി വെച്ചിട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് പുഴു വരും. ദിവസവും ഇളക്കി വെക്കണം. രാവിലെയും വൈകുന്നേരം ഇളക്കി വെച്ചിട്ടേക്ക് പുഴു വരും. ഇത് കണ്ടില്ലേ? ഇത് നല്ല നേർപ്പിക്കണേ നല്ലപോലെ. എന്നാലും നമ്മൾ കുറച്ച് വേണമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് മേലെ കൂടി ഒന്ന് വെള്ളം പാറ്റി കൊടുത്താൽ, ചെറിയ ഒരു വെള്ളവും കൂടി പാറ്റി കൊടുത്താൽ നമുക്ക് പൊടിക്കുകയോ വേണ്ട. അതിൻ്റെ തോട്ടിൽ എവിടെയെങ്കിലും മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉണക്കം വന്നു പോകണ്ട. ഇതിനകത്ത് നല്ല ശക്തിയുള്ള വളങ്ങളാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടെന്ന് കാണിക്കുക. അത്രക്കും നല്ല വളമാണ് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ. നല്ല കായ് പിടുത്തത്തിനാലും ഞാൻ ഇപ്പോൾ എൻ്റെ പച്ചക്കറി തന്നെ കാണുന്നില്ലേ, നല്ലപോലെ കായ് പിടിക്കുന്നുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ള കായ് പിടുത്തവും കാര്യങ്ങളും അന്ന് കാണുന്നില്ലേ. എല്ലാത്തിനും നല്ല കായ് പിടുത്തമാണ്. ഇനി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. ഇവിടെ വയ്ക്കട്ടെ. ഇങ്ങനെ വയ്ക്കട്ടെ. ഇത് എല്ലാത്തിനും ഒഴിക്കണം. ഒരു ദിവസം കൊണ്ടൊന്നും എനിക്ക് ഒഴിച്ചിട്ട് തീരില്ല. അപ്പോൾ അന്നേരം എന്ന് വെച്ചാൽ 2-3 ദിവസം ഒഴിക്കണം. ഒരുപാടുണ്ട്. എല്ലാം കൂടി അത്രേ ഒഴിക്കാനാവില്ല. എനിക്കത്രയോ കയ്യിലും. അതുകൊണ്ടാണ് എല്ലാ കാര്യവും ഞാൻ കൃഷി ചെയ്യണം. എല്ലാ കൃഷിയും നമുക്ക് ഒന്ന് മാത്രമല്ല, എല്ലാ കൃഷിയും നമുക്ക് ചെയ്യണം. അതാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഇത്തിരി നിങ്ങളെ കാണിക്കുന്നില്ല. ഇത് കണ്ട എൻ്റെ പച്ചക്കറി കണ്ടില്ല നിങ്ങൾ? ഇതാ കാണിച്ചു തരാൻ കഴിയില്ല. ഇങ്ങോട്ട് കയറിയിട്ട് പോയി കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മുളക് കണ്ട? മുളകെല്ലാം കണ്ടോ നിങ്ങൾ? ഇതാ മുളക് കണ്ട? നല്ലപോലെ മുളക് കണ്ടോ? ഇല്ല, മുളക് ഇങ്ങനെ അങ്ങോളുണ്ട്. എനിക്കിനി അങ്ങോട്ട് കഴിഞ്ഞ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കാണിക്കാൻ കഴിയില്ല. തക്കാളി എല്ലാം എല്ലാം ഇഷ്ടംപോലെ കായ് പിടുത്തുകൊണ്ട് നല്ലപോലെ ഉണ്ട്. അതേപോലെ തന്നെ പയറായാലും താലോലി ആയാലും എല്ലാ കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. കാണുന്നില്ലേ? ഇത് കായ് പിടുത്തം കാണുന്നില്ലേ? ഇതന്നെ വെയിൽ മേലെ ചോല ഉള്ളത് കൊണ്ടാണ് ഇത്തിരി നല്ല ഇങ്ങനെ നല്ല ഉണ്ടാവുക. വാർപ്പിൻ്റെ മേലെ നട്ടേരം അടുപ്പിച്ചിട്ടായിരുന്നു. പക്ഷേ വാർപ്പിൻ്റെ മേലെ നട്ടാൽ എനിക്ക് കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് വെള്ളം നനക്കാനും മരുന്നും കൊണ്ടും എല്ലാം കയറ്റി കൊടുപ്പോണ്ടേ. അത് പറ്റാതെ കൊണ്ടാണ് വാർപ്പിൻ്റെ മേലെ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ടാക്കണം. എല്ലാവരും ഹൈപ്പും കൂടി അടിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.